ആശയറ്റവർ ആരാണ്? അള്ളാഹുവിങ്കൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിരാശപ്പെടുകയില്ല തീർച്ച എന്ന ഒരു ടെക്സ്റ്റാണ് വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായത്തിലെ ഒരു വചനമാണ് ഇന്നത്തെ, അതിൻ്റെ ഒരാശയമാണ് ഇന്നത്തെ വഴിവിളക്ക്. അതാണ് ഇന്ന് നമുക്ക് ചിന്തയായി നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സമർപ്പിക്കാനുമുള്ളതും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം എന്ന് പറയുമ്പോൾ സൂറത്ത് യൂസുഫാണ്. സൂറത്ത് യൂസുഫുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പരാമർശിക്കുന്നിടത്ത് വരുന്ന ഒരു ആയത്താണ്. അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളുടെ കൂടെ വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായി ചെറിയ കുട്ടിയോട് ഒരു അറ്റാച്ച്മെൻറ്റ് മാതാപിതാക്കൾക്ക് ഉണ്ടാകും. പക്ഷെ അത് യഥാർത്ഥത്തിൽ മുതിർന്ന മക്കൾക്ക് ഏറെ ഒരു അസൂയ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ അവർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സ്വന്തം അനിയനെ യൂസുഫിനെ വധിക്കാൻ തീരുമാനിക്കുന്നു. പാപ്പയോട് കളവ് പറഞ്ഞ് അവർ കൊണ്ടുപോയതിനു ശേഷം പൊട്ടക്കിണറ്റിലേക്ക് ഇടുന്നു. എന്നിട്ട് തിരിച്ച് യൂസുഫ് എന്ന കൊച്ചനിയൻ്റെ കുപ്പായത്തിൽ കുറച്ച് രക്തം പുരട്ടിയിട്ട് വാപ്പയെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല, ഒരു ചെന്നായ ആക്രമിക്കാൻ വന്നു, ഞങ്ങൾ കുറേ പ്രതിരോധിക്കാൻ നോക്കി, പക്ഷേ യൂസുഫിനെ നഷ്ടപ്പെട്ടു, ആകെ ഞങ്ങൾക്ക് ബാക്കി കിട്ടിയത് ഈ കുപ്പായം മാത്രമാണ് എന്ന ഒരു രംഗം ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ കിണറ്റിലിടുകയാണ് ചെയ്തത്. പക്ഷെ അവിടെയാണ് ഒരു സൂഉല്ലന്നി ബില്ലാഹി അസ്സവജല്ല എന്നത് മാറ്റി ഹസ്നുല്ലന്നി ബില്ലാഹി അസ്സവജല്ല, അള്ളാഹുവിനെ പറ്റി എപ്പോഴും ഒരു പ്രതീക്ഷയുള്ള വിചാരം, ആശ്വാസം എനിക്ക് എൻ്റെ റബ്ബ് നൽകും, ഒരു സദ്വിചാരം എപ്പോഴും ഉണ്ടാകുക, ഫഅൽ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞ വാക്കാണ്, നിങ്ങൾ യൂസുഫിനെ അന്വേഷിച്ചിറങ്ങൂ, നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. എൻ്റെ റബ്ബ് നൽകുന്ന ആ ഒരു ആശ്വാസത്തിൽ നിരാശരാവരുത് എന്ന ഒരു സന്ദേശം മക്കളെ പഠിപ്പിക്കുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ആ രംഗം. ചരിത്രത്തിൽ ധാരാളം അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നിഷേധിക്കാനാവാത്ത രണ്ട് സത്യങ്ങളാണ്, ഒന്ന് സുഖവും മറ്റൊന്ന് ദുഃഖവും. വിശുദ്ധ ഖുർആനിൽ സുഖാവസ്ഥയും ദുഃഖാവസ്ഥയും വിവരിക്കുന്നുണ്ട് സൂറത്തുൽ ഫജ്റിലൂടെ. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർച്ചയായ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, അയാൾക്ക് നിഅമത്തുകൾ കിട്ടുമ്പോൾ അയാൾ ആ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അയാൾ പറയാണ് ഫയഖൂലു റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നോട് വലിയ ഇഷ്ടമുള്ളവനാണ്, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിട്ടുണ്ട് എന്ന ഒരു സന്തോഷം അയാൾ പ്രകടിപ്പിക്കുന്നത് ശരിയാണ്, നല്ലതാണ്. പക്ഷെ ഇതേ മനുഷ്യൻ എന്നാൽ അയാളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം നേരിട്ടാൽ, അയാളുടെ റിസ്ക്കിൽ ഒരു പിടുത്തം പടച്ചവനെ പിടിച്ചാൽ, ഒരു സാമ്പത്തികമായ ഞെരുക്കം അയാൾക്ക് ഉണ്ടായാലും ഫയഖൂലു റബ്ബി, എൻ്റെ റബ്ബ് എന്താ എന്നോട് ഇങ്ങനെ, ഞാൻ നിസ്കരിക്കണില്ലേ, ഞാൻ നോമ്പെടുക്കണില്ലേ, ഞാൻ ദഅവ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആളല്ലേ, എന്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തുടർച്ചയായി പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ രോഗങ്ങൾ, മറ്റു ബുദ്ധിമുട്ടുകൾ എന്ന ഒരു നിരാശയുടെ വാക്ക് ചില ആളുകളിൽ വന്നു പോകുന്നുണ്ട് എന്ന ഗൗരവകരമായ ഒരു കാര്യം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫജ്റിൽ അല്ലാഹ് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കൂടുമ്പോൾ ചില പടച്ചോനെ മറന്നു പോകുന്നവരുണ്ട്, അതേപോലെ തന്നെ ദുഃഖം കൂടുമ്പോഴും പടച്ചോനെ മറന്നു പോകുന്നവരുണ്ട്. അങ്ങനെ രണ്ട് ഘട്ടങ്ങൾ, രണ്ട് വിഭാഗങ്ങളിലും പെടാതെ, വിശിഷ്യ പ്രത്യേകിച്ച് വിഷമുണ്ടാകുമ്പോൾ, ദുഃഖം ഉണ്ടാകുമ്പോൾ അതിനാണ് കൂടുതൽ സാധ്യത ഉള്ളത് പടച്ചവനിൽ നിന്ന് അകലാൻ. ചിലപ്പോൾ റബ്ബിനെ പഴി പറഞ്ഞ്, അതല്ലെങ്കിൽ കാലത്തെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞത്, അത് എന്താണ് പരീക്ഷണമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാതെ, ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു
പ്രയാസം നൽകിയ റബ്ബിന് അതെ അതിൽ വലിയ സന്തോഷം നൽകാൻ, ഖൈർ നൽകാൻ റബ്ബിന് കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ അത്ഭുതകരമായ മാറ്റം അവർക്ക് ഉണ്ടാകുന്നതാണ്. ഒരു ഈ സദ്വിചാരം, അള്ളാഹിനെ പറ്റിയുള്ള സദ്വിചാരം. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അത്ഭുതം ഈ ആയത്തിനെ സംബന്ധിച്ച് തന്നെ നടന്നത്. വർഷങ്ങൾക്കിപ്പുറം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞ് അദ്ദേഹത്തിന് അന്ധത ബാധിക്കുവോളം കരഞ്ഞു എന്നൊക്കെയാണ്. പക്ഷെ എന്നിട്ടും പടച്ചോനിലുള്ള പ്രതീക്ഷ അദ്ദേഹം കൈവിടുന്നില്ല. എല്ലാവരും പറഞ്ഞു പോയി, മകൻ പോയിട്ടുണ്ടാവും, ഇനി കിട്ടൂല. പക്ഷെ ആ മകനെ അവസാന നാളുകളിൽ ഒരു ഭരണാധികാരിയായി തിരിച്ചു കിട്ടി, സമൂഹത്തിലെ വലിയൊരു സ്ഥാനത്തിലേക്ക് എത്തിയ മകനായി തിരിച്ചു കിട്ടി എന്നുള്ളത് ആ ഉപ്പ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടത്തിയ പ്രതീക്ഷയുടെ ഫലമാണ്. അങ്ങനത്തെ ചില അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ചരിത്രം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഇപ്പോൾ ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെയും കൂട്ടി മക്ക മണലാരണ്യത്തിൽ കൊണ്ടുചെന്നാക്കാണ്. ഇന്ന് കാണുന്ന മക്കയല്ലല്ലോ അന്നത്തെ മക്ക എന്താണെന്ന് ഹാജറ ബീവിയുടെ മറുപടിയിൽ ഒരു ചോദ്യത്തിൽ വ്യക്തമാണ്. ഇവിടെ കൊണ്ടുചെന്നാക്കിയിട്ട് മടങ്ങിപ്പോകുന്ന ഭർത്താവിനോട് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളവിടെ തനിച്ചാക്കി നിങ്ങൾ പോവുകയാണോ? എന്നിട്ട് അവർ പറയേണ്ട, അല്ലത് ലൈസ ഫീഹാ ഷൈഉൻ വല അഹദുൻ, ഇവിടെ ഒരു ഷൈഉല്ല ഒരഹദുല്ല, ഒരു ജീവിയില്ല, ഒരു വസ്തുവില്ല. എന്ന് പറഞ്ഞാൽ ജീവനുള്ളതുമില്ല ജീവനില്ലാത്തതുമില്ല. ജീവനുള്ള പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യരോ ഒന്നുമില്ല. ജീവനില്ലാത്ത ഒരു ഇല പോലുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു മുട്ടക്കുന്ന്, ഒരു മണൽക്കാട്, ഇവിടെ ഞങ്ങൾ ഒറ്റക്കാക്കി പോവാണോ? നിങ്ങൾ ഒന്നും മിണ്ടിയില്ല. അപ്പൊ തിരിച്ച് വീണ്ടും ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദ, അള്ളാന്റെ കൽപ്പനയാണോ? നഅം, അതെ. അവിടെ ഹാജറ ബീവി നടത്തുന്ന ഒരു പ്രതീക്ഷയുടെ വാക്ക് നമുക്ക് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആ വാക്ക് അവർ പറഞ്ഞതോടുകൂടിയാണ് ഒരു പക്ഷെ ഇന്നത്തെ മക്കയുടെ ഒക്കെ സാഹചര്യത്തിലേക്ക് ആ വാക്കാണ് കാരണം. ഇതല്ല എങ്കിൽ അള്ളയാണ് നിങ്ങളോട് കൽപ്പിച്ചതെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടൂല. അപ്പോൾ ദുനിയവിയായ ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ പ്രതീക്ഷ വെക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല. അവിടെ ഒന്നുമില്ല, ആരുമില്ല. എന്നിട്ടും അവർ പറഞ്ഞു അള്ളാഹ് ഞങ്ങളെ കൈ ഒഴിയൂല. അപ്പം ആ ഒരു വിശ്വാസം ഇതൊരു പക്ഷെ നമുക്കിങ്ങനെ പറയാൻ എളുപ്പമാകാം, അല്ലെങ്കിൽ കേൾക്കാൻ അതിലേറെ എളുപ്പമാകാം. പക്ഷെ ജീവിതത്തിലെ കെട്ടിക്കൊടുക്കുകളിൽ, പ്രാരാബ്ദങ്ങളിൽ, പ്രയാസങ്ങളിൽ, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന, വീശിയടിക്കുന്ന പരീക്ഷണങ്ങളിൽ ആടിയുലയാതെ ഒരു പിടുത്തം, ഒരു ഗ്രിപ്പ് കിട്ടാൻ ഇന്നല്ലാഹ മഅ ഇന്ന റബ്ബി മഅ ഇന്നല്ലാഹ മഅന എന്ന് മൂസാ നബിയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയുടെ വാക്ക് പറയാൻ നമുക്ക് അവിടെ അത്ഭുതം നടന്നു. അപ്പം ആ മുട്ടക്കുന്നിൽ വെള്ളം കിനിഞ്ഞു, ഒരു അത്ഭുതമാണ്. അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തി. ആ നാടാണിന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമായ മക്കയും മദീനയും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കാരണം ആ ഹാജറ ബീവിയുടെ ഒരു നിരാശയില്ലാത്ത പ്രതീക്ഷയോടുകൂടിയുള്ള ആ പ്രാർത്ഥനയാണ്. അപ്പം അതാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് ഉള്ളത്. തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, ജീവിതത്തിൽ നമ്മൾക്കൊരിക്കലും നിരാശ വരാൻ പാടില്ല. ഏതൊരു സാഹചര്യങ്ങളിലും ജീവിതത്തിൽ സാഹചര്യങ്ങൾ സുഖവും ദുഃഖവും വരാം. അത് അള്ളാഹു അങ്ങനെയാണ് അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സുഖമാണെങ്കിൽ കൂടുതൽ ശുക്ർ ചെയ്യാനും, അജബല്ലി അംരിൽ മുഅ്മിൻ കുല്ലു ലഹു ഖൈർ, എല്ലാം അവന് നന്മയാണ്. ഇനി അവനൊരു നന്മ ബാധിച്ചാലോ അവൻ ശുക്ർ ചെയ്യും. എന്നാൽ ഒരു മുസീബത്ത് അവനെ ബാധിക്കുകയാണെങ്കിലോ അവൻ അതിൽ ക്ഷമാപൂർവ്വം നിലകൊള്ളും എന്നുള്ളതാണ്. ഒരൊറ്റ ആയത്ത് കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം ആണ് വൈൻഡപ്പ് ചെയ്യാം. ഫഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅ്തികും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു. അതായത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്, വെറുതെ അങ്ങ് പ്രവേശിക്കാമെന്ന് കരുതുകയാണോ? നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നു ഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾ അങ്ങ് സ്വർഗത്തിലേക്ക് കടക്കാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത് എന്ന് ഖുർആനിൻ്റെ ചോദ്യം നമ്മളെ. വിഷമവും വ്യസനവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് മനുഷ്യന് പടച്ചോൻ നൽകിയതാണ്. പ്രകൃതിയാ അവൻ്റെ സ്വഭാവം പടച്ചോൻ തൊബിയാത്താണ്, അത് പടച്ചോൻ കൊടുത്തതാണ്. പക്ഷേ നിരാശ ഉണ്ടാവുക എന്നുള്ളത് അത് മനുഷ്യനെ അവനെ ഒരു പക്ഷെ ജീവിക്കാൻ പോലും അവനെ എന്താണ് മടുപ്പിക്കുന്ന ഒരു വികാരമാണ്. അതിനുവേണ്ടി ചികിത്സ തേടുന്ന എത്രയോ സഹോദരങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടികൾക്കിടയിൽ നിരാശ ബാധിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത തൊട്ട് ദിവസങ്ങളിൽ ഒരു മരണ വാർത്ത, ഒരു ആത്മഹത്യ വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി.
ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും പ്രയാസപ്പെടുത്തി, അതിനാൽ ഞാൻ മരിക്കുന്നു ഉമ്മ എന്ന് വാട്സപ്പിലോ മറ്റോ ടെക്സ്റ്റ് എഴുതി വെച്ചിട്ട് മരിച്ച ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ ഇന്നലെയോ നടന്നതാണത്. അപ്പോൾ ഇതൊക്കെ ഒരു നിരാശയിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരു മുഴം കയറിൽ ജീവിതമോസം. എന്തിന്? അതിൻ്റെ ആവശ്യമെന്ത്? ഒരാളെയും ബോധിപ്പിക്കാനല്ല എൻ്റെ ജീവിതം. ഒരാളിൽ നിന്നും ഗുഡ് സർട്ടിഫിക്കറ്റും ബാഡ് സർട്ടിഫിക്കറ്റും നേടിയെടുക്കാനല്ല എൻ്റെ ജീവിതം. ഒരാളെന്നെ അംഗീകരിക്കട്ടെ, ഒരാളെന്നെ അംഗീകരിക്കാതിരിക്കട്ടെ. എൻ്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെടുമ്പോഴാണ് എൻ്റെ വിജയം നിലകൊള്ളുന്നത്. എൻ്റെ റബ്ബെന്നെ വെറുക്കുമ്പോഴാണ്, എന്നെ ഇഷ്ടപ്പെടാത്തുമ്പോഴാണ് എൻ്റെ പരാജയം നിലകൊള്ളുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും വിധിക്കരില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോഴാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക. വിഷമല്ലാത്ത അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് വല്ലാത്ത ഇടങ്ങേറും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ നിരാശക്ക് സ്വാഭാവികമാണ്. അത് മനുഷ്യന് മറവി എന്നുള്ളത് മറവി പാടില്ല എന്നാണ്. പക്ഷെ മറവി മനുഷ്യന് ത്വബിഅത്തായി പടച്ചോൻ കൊടുത്തതാണ്. അതേപോലെ തന്നെ നിരാശ പാടില്ല എന്നാണ്. പക്ഷെ നിരാശ എന്നുള്ളത് ത്വബിഅത്തായി മനുഷ്യന് പടച്ചോൻ കൊടുത്തതാണ്. പക്ഷെ അതിൽ അങ്ങേയറ്റത്തെ ആകുലതകളും വ്യാകുലതകളും ഉണ്ടായി ജീവിതം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമില്ലാതെ അവിടെ റബ്ബിൻ്റെ പ്രതീക്ഷയിൽ, ആശ്വാസത്തിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുകയും എൻ്റെ റബ്ബ് എന്നെ കയ്യൊഴിയില്ല, ഒരാശ്വാസം എനിക്കുണ്ടാകും എൻ്റെ ജീവിതത്തിൽ എന്ന ഒരു പ്രതീക്ഷ നിർഭരമായ മനസ്സ് നമുക്കുണ്ടാകണം. അപ്പം ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വെച്ച് നടന്ന ഷെൽറ്ററിൻ്റെ ഒരു പ്രോഗ്രാം. അപ്പോൾ ഒരുപാട് ഈ വിധവകളായ ആളുകൾ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ട് ഒരുപാട് ആളുകൾ, അവരുടെ ഒരു സംഗമം ഇടയ്ക്ക് കൂടിച്ചേർന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങനെ ഒരു വേദി ഒരുക്കാറുണ്ട് സ്റ്റേറ്റ് അടിസ്ഥാനം, സംസ്ഥാന അടിസ്ഥാനത്തിൽ. അപ്പോൾ അവിടെ ചെന്ന് അവരോട് ഇപ്പം കുറച്ച് സമയം ചിലവഴിക്കാനും മറ്റൊക്കെ അവസരമുണ്ടായി. അപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ വിഷയത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇതായിരുന്നു: നിരാശ ഉണ്ടാവരുത്, പ്രതീക്ഷ ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. അങ്ങനെ പ്രതീക്ഷയോടുകൂടി ജീവിതം സമീപിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളും പടച്ചോൻ അവരുടെ ജീവിതത്തിൽ കൊടുത്ത അത്ഭുതങ്ങളൊക്കെ ഞാനിതിങ്ങനെ സംസാരത്തിൽ പറഞ്ഞപ്പോൾ കണ്ണുനീരോടുകൂടി ആ സമൂഹം അത് കേട്ടത് ഞാനെപ്പോഴും ഓർക്കുകയാണ്.